Okay, next type of പമ്പിനെ കുറിച്ച് പറയാണ്. ന്യൂമാറ്റിക് പമ്പാണ് നെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ മൂന്ന് പമ്പ്സ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ മൂന്നാമത്തെയാണ് ന്യൂമാറ്റിക് പമ്പ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞു സിറിഞ്ച് ടൈപ്പ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് പമ്പിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ലാസ്റ്റ് വൺ ആണ് ന്യൂമാറ്റിക് പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂമാറ്റിക് പമ്പിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കുക. ന്യൂമാറ്റിക് പമ്പിൽ ഒരു മെറ്റാലിക് കണ്ടെയ്നർ ഉണ്ട്. മെറ്റാലിക് കണ്ടെയ്നറിൽ ഒരു കൊലാപ്സിബിൾ ആയിട്ടുള്ള ബാഗ് ഉണ്ട്. മെറ്റാലിക് കണ്ടെയ്നർ ഉണ്ട്. ഒരു മെറ്റാലിക് കണ്ടെയ്നറിനകത്ത് ഒരു കൊലാപ്സിബിൾ ആയിട്ടുള്ള ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിനകത്താണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്? മൊബൈൽ ഫേസ് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഈ മെറ്റാലിക് കണ്ടെയ്നർ എന്ന് പറയുന്നത് ഹയർ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള മെറ്റീരിയലും ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നത്. ദെൻ നമ്മൾ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ആ മെറ്റാലിക് കണ്ടെയ്നറിനകത്തോട് പാസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അവിടെ ഒരു കൊലാപ്സിബിൾ ബാഗ് ഉണ്ടല്ലോ, ആ ബാഗിനകത്തുള്ള മൊബൈൽ ഫേസ് സ്ക്യൂസ് ചെയ്യും. പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ക്യൂസ് ചെയ്തിട്ട് മൊബൈൽ ഫേസ് പുറത്തോട്ട് കോളത്തിലേക്ക് വരുന്നു. അതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ഒക്കെ. അപ്പോൾ വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണല്ലേ. അതിൻ്റെ വർക്കിംഗ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ന്യൂമാറ്റിക് പമ്പ് ആർ വെരി സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഹെൻസ് ദേ ആർ ചീപ്പ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദേ പ്രൊവൈഡ് പൾസ് ഫ്രീ ഫ്ലോ ഓഫ് ദ മൊബൈൽ ഫേസ്. ദെൻ അതിൻ്റെ ഡിസഡ്വാൻറ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻ ദിസ് പമ്പ് ദ ഫ്ലോ ഓഫ് ദ മൊബൈൽ ഫേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ വിസ്കോസിറ്റി ആൻഡ് ഓൾസോ ഓൺ ദ ബാക്ക് പ്രഷർ ഇൻ ദ കോളം. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രഷർ പ്രൊവൈഡഡ് ബൈ ദീസ് പമ്പ്സ് ഈസ് ലെസ് ദാൻ 2000 PSI. ദേ ആർ നോട്ട് യൂസ്ഫുൾ ഫോർ ഗ്രേഡിയൻറ്റ് ഇല്യൂഷൻ. ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ.